മലയാളികളിൽ പല കുട്ടികളും ഫെയിലായി പോയി. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയൊരു അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് പറയാം. ഈ ഗ്രൂപ്പ് ഡി എക്സാംസിൽ പല ഉദ്യോഗാർത്ഥികളും തോറ്റുപോകുന്ന ഞാൻ പറയാം. ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം റെയിൽവേയുടെ നിരവധി എക്സാമുകളാണല്ലോ കഴിഞ്ഞത്. ALP കഴിഞ്ഞു, JEE കഴിഞ്ഞു, ടെക്നീഷ്യൻ, അതുപോലെ NTPC എക്സാംസുകളൊക്കെ കഴിഞ്ഞു. ഇതിന്റെ റിസൾട്ടും CBT-1 റിസൾട്ടും നമുക്ക് വന്നിരുന്നു. അപ്പൊ ഈ എക്സാംസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ മലയാളികളിൽ പല കുട്ടികളും ഫെയിലായി പോയി. CBT-1 പോലും അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് മലയാളികൾ CBT-1 തോറ്റുപോകാൻ കാരണം? ഞാൻ പറയാനുള്ള റെയിൽവേ എക്സാംസ് ജയിക്കണമെങ്കിൽ റെയിൽവേ എക്സാംസിന്റെ പൾസ് അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ ജയിക്കുള്ളൂ. നമുക്കറിയാം റെയിൽവേയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? മാത്സ്, റീസണിങ്, അതുപോലെ എന്താണ് ജനറൽ സയൻസ്. ഈ 3 ടോപ്പിക്കുകളും നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ മാത്രം, അത് റെയിൽവേ എക്സാംസിന്റെ പൾസ് അറിഞ്ഞ് പഠിക്കണം. വെറുതെ അവിടുന്ന് ഇവിടുന്ന് കണ്ടന്റുകളോ അല്ലെങ്കിൽ 2 യൂട്യൂബ് വീഡിയോസ് കൊണ്ട് പഠിക്കുകയല്ല. ആ പൾസ് മനസ്സിലാക്കി ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകളാണ്, അത് മനസ്സിലാക്കി വേണം പഠിക്കാൻ. അത് മനസ്സിലാക്കാതെ പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ പലരും ഫെയിലായി പോയ മക്കളെ. നിങ്ങൾ തോക്കാൻ കാരണം നിങ്ങൾ മാത്രമാണ്. അത് ഞാൻ പറയാണ്. കാരണം നിങ്ങൾ പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഒരു വർഷമാണ് കഴിഞ്ഞത്. ഒരു വർഷം എന്നല്ല ഞാൻ പറഞ്ഞത്, ഹ്യൂജ് വേക്കൻസിയാണ് നിങ്ങൾ കളഞ്ഞെന്ന് പറയാം. കാരണം കഴിഞ്ഞ 5-6 വർഷങ്ങളിൽ എക്സാം നടക്കാതെ കഴിഞ്ഞാണ് പല എക്സാമ്പിളും നടന്നത്. അപ്പൊ തന്നെ അത്ര വേക്കൻസി ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി വരുന്ന വർഷങ്ങളിൽ, ഈ വർഷം അടുത്ത വർഷമൊക്കെ അത്ര വേക്കൻസി ഉണ്ടായില്ല. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയൊരു അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് പറയാം. അപ്പോ നിങ്ങളുടെ തോൽവിക്ക് കാരണം നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വേണം, അല്ലെ? ഞാൻ പറയാം, നിങ്ങളെ സഹായിക്കാൻ ആർക്കും പറ്റത്തില്ല. അതായത് നിങ്ങളുടെ വീട്ടുകാർക്കോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മക്കോ, ഞാൻ പറഞ്ഞില്ല, ഭർത്താവിനോ ആർക്കും പറ്റില്ല. നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഫ്യൂച്ചറിനെ മാറ്റിമറിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ആ സീരിയസ്നോടെ കണ്ട് ആ എക്സാംസ് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ പലരും റെയിൽവേ എക്സാംസ് വേണ്ടെന്ന് വെച്ച് പിന്മാറുന്ന കുറെ ഉദ്യോഗാർത്ഥികളുണ്ട്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവർ ജീവിതത്തെ പേടിച്ച് പേടിച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? ചലഞ്ചുകൾ അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. അതായത് മുന്നോട്ട് ഞാൻ പഠിച്ച് നേടിയെടുക്കുമെന്ന കോൺഫിഡൻസ് ഇല്ലാത്തവരാണ് പിന്മാതലിൽ മാറി മാറി പോകുന്നത്. അവർ ജീവിതത്തിൽ വിജയിക്കത്തില്ല. ഞാൻ പറയാനുള്ള, നമുക്ക് കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാണ്ട് റെയിൽവേ എക്സാംസ് നല്ല പഠിച്ചാൽ കിട്ടത്തില്ല. ഇനി നമ്മുടെ നവംബറിൽ ഗ്രൂപ്പ് ഡി എക്സാംസ് വരികയാണ്. ഈ ഗ്രൂപ്പ് ഡി എക്സാംസിൽ പല ഉദ്യോഗാർത്ഥികളും തോറ്റു പോകുന്ന ഞാൻ പറയാം. കാരണം ഞാൻ പറയാം, അവർ പഠിക്കുന്നില്ല. കാരണം മലയാളികൾ സീരിയസ്നെസ്സോടെ അല്ല റെയിൽവേ എക്സാംസ് എഴുതുന്നത്. അത് ഉദാഹരണം ഞാൻ പറയുന്നത്, ഇത് RRBയുടെ CBT-1 റിസൾട്ട് നോക്കിയാൽ ട്രിവാൻഡ്രം, ചെന്നൈ, ബാംഗ്ലൂർ സെക്കൻഡ് അടച്ചിരിക്കുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ മലയാളികൾ കൂടുതൽ അപ്ലൈ ചെയ്തത്. അപ്പൊ 48, 49, 58, 56 കട്ട് ഓഫ് വന്നത്. CBT 75 ഇത്ര കട്ട് ഓഫ് വന്നത്. അവിടെ തന്നെ നല്ലപോലെ പഠിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള LP എക്സാംസിന്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം JEE എക്സാംസ് നോക്കിയാ. JEE 100 എത്രയാണ്? 64, 72, എത്ര? 56, 78, 53, 74, 61, 82. ഇത് പല കാറ്റഗറിക്കും പല കട്ട് ഓഫാ. അവിടെ ഉണ്ടോ? ജനറലിന്റെ കട്ട് ഓഫ് ആണ് പറഞ്ഞേക്കാം കേട്ടോ. ഇനി അത് ടെക്നീഷ്യനെ നോക്കിയാ 70, 90 ആകെ 100 എക്സാം 90 കണ്ടിട്ടുണ്ട് കേട്ടോ. 47, 90, 49, 88, 46, 92 ഇതൊക്കെയാണ് ടെക്നീഷ്യന്റെ കട്ട് ഓഫ് വന്നത്. ആ ടെക്നീഷ്യൻ പല പോസ്റ്റുകളുണ്ട്. അതിൽ ലോവർ കട്ട് ഓഫും ഹയർ കട്ട് ഓഫുമാണ് ഞാൻ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കടാ, 100, 92 വരെ കട്ട് ഓഫ് ഒന്നൊക്കെ ഉണ്ട്. അപ്പൊ എക്സാംസ് ഞാൻ പറയാം, നല്ല പോലെ പഠിച്ചാൽ മാത്രമേ മക്കളെ കിട്ടുകയുള്ളൂ. അല്ല വെറുതെ പോയി കിട്ടത്തില്ല. പിന്നെ ഈ 92 കട്ട് ഓഫ് വന്നത്, അത് നിങ്ങൾ നോക്കണ്ട. അത് പല വേക്കൻസിൽ കുറവുള്ള പോസ്റ്റുകളൊക്കെയാണ് കട്ട് ഓഫ് കൂടിയേക്കുന്നത് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആകുമ്പോഴോ ഇതൊക്കെ 65.63, 61, 60, 73 എന്തൊക്കെയുണ്ട്. അവരെ NTPC എല്ലാരും വല്ല ആകാംക്ഷയോടെ കണ്ടിരുന്ന എക്സാംസ് ആണ് NTPC. NTPC എക്സാംസ് എന്നപ്പോ പല ഉദ്യോഗാർത്ഥികളും ഫെയിലായി പോയെന്ന് എനിക്ക് പറയാനുള്ളത്. വളരെ ചുരുക്കം പേര് മാത്രമേ നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ളൂ പറയാം മലയാളികളിൽ. നമ്മളെ 70 ട്രിവാൻഡ്രം, 70, 73 കട്ട് ഓഫ് വന്നിരുന്നത് പല കാറ്റഗറിയിലും കേട്ടോ. പിന്നെ അതൊക്കെ ചെന്നൈ വന്ന 70, 79, അവർ ബാംഗ്ലൂരിൽ 67, 76, സെക്കൻഡറാബാദ് 70, 80 കട്ട് ഓഫ് വരുന്നത്. അപ്പൊ ഇത്തരം കട്ട് ഓഫുള്ള 100 CBT-1 തന്നെ വരുന്നത്. അപ്പൊ ഞാൻ പറയടാ, ഇതിപ്പോ എത്ര ഇനി ഗ്രൂപ്പ് ഡി ചെയ്യാൻ പറ്റടാ. ഗ്രൂപ്പ് ഡി നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. ഒരു 75 കൂടുതലായി കട്ട് ഓഫ് വരുന്നത് കേട്ടോ. 75 അടുത്തേക്ക് കട്ട് ഓഫ് ഉണ്ടാവും. അതും നല്ലപോലെ പഠിച്ചാൽ മാത്രമേ കിട്ടാറ്. ഗ്രൂപ്പ് ഡി കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ല. ഇത് CBT-1 റിസൾട്ട് ആവുന്നേക്കണം. ഗ്രൂപ്പ് ഡി ഒറ്റ പരീക്ഷയുള്ളൂ. അത് 85 മാർക്ക് വാങ്ങിക്കുന്നതിന് ജോലി കിട്ടുകയുള്ളൂ. വെറുതെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് ഇട്ട് കാര്യമില്ല. അപ്പൊ ആ സീരിയസ് പഠിക്കാൻ താല്പര്യമില്ലാത്ത എന്ത് ചെയ്യാ, കിട്ടിയേടാ. വെറുതെ സമയങ്ങളിൽ എന്തിനാണ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ നിങ്ങളെ അച്ഛനും ഇരിപ്പുണ്ടാവും. എന്റെ മകൻ പഠിക്കുന്നുണ്ട്, അടുത്ത വർഷം റെയിൽവേ ജോലിക്കാരനാവുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ വിശ്വാസം, അവർക്ക് ട്രസ്റ്റ് ഉണ്ടാവും നിങ്ങൾ നേടിയെടുക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് ട്രസ്റ്റ് ഉണ്ടാവും, എന്റെ വൈഫ് നേടിയെടുക്കുന്നു പറഞ്ഞു. ഈ ട്രസ്റ്റിലുണ്ട്, ആ വിശ്വാസത്തെയാണ് നിങ്ങൾ തകർക്കുന്നതാണ്. നിങ്ങൾ പഠിക്കാത്ത പോലെ എന്താണ്
പലരുടെ വിശ്വാസങ്ങൾ നശിച്ചു പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പല വീട്ടിൽ നിന്ന് പലരും നിങ്ങളെ പുച്ഛിച്ച് തള്ളുന്നതും അതുപോലെ കളിയാക്കുകയും ചെയ്യുന്നത്. കാരണം എന്താ, നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലടാ, അന്ന് ഉഴപ്പിടുന്നു. ഈ ഫോണും ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമും റീൽസ് കണ്ട് നടക്കുന്ന സമയത്തുണ്ടല്ല 10 അക്ഷരം പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നല്ല. പ്രോപ്പർ ആയിട്ട് പഠിച്ചിരുന്നെങ്കിൽ ജയിക്കണം. വെറുതെ 5 യൂട്യൂബ് ചാനൽ കാണുകയല്ല, പല പ്രോപ്പർ ആയിട്ട് സിലബസ് ആയിട്ട് പ്രീവിയക്ക് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. നിങ്ങൾ ചോദിക്കടാ, നിങ്ങൾ തോക്കുന്നതാണ് നിങ്ങൾ മാത്രമല്ല കാരണം. ഞാൻ പറയാം മക്കളെ, നമുക്ക് ഒരു ലൈഫുകൾ, ആ ലൈഫിൽ നമുക്ക് ജയിക്കേണ്ട ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് ഈ 21 നമ്മുടെ ഏജ് കഴിഞ്ഞ് ഒരു കരിയർ ബിൽഡ് ചെയ്യാത്ത 30 വയസ്സിലേക്ക് ഒരു ജോലി നേടിയെടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് ലൈഫ് വെറും നമ്മൾ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. പലരും പുച്ഛിച്ച് ഓരോ വർഷം തോറും നമ്മൾ കളയായിക്കൊണ്ടിരിക്കുക ആൾക്കാർ ഒരു ജോലി നേടിയെടുക്കാൻ പറ്റില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ സീരിയസ് ആയിട്ട് കാണുക. പല ഉദ്യോഗം ചോദിക്കുമ്പോൾ റെയിൽവേ എക്സാംസിന് പഠിക്കണോ, അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. റെയിൽവേ അല്ലടാ, അവന് PSC എക്സാം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ജയിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. നിങ്ങൾക്ക് നേടിയെടുക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കരിയർ ബിൽഡ് ചെയ്യണം. ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ല എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അത് PSC ആയാലും SSC ആയാലും റെയിൽവേ ആയാലും UPSC ആയാലും ഏത് എക്സാംസ് ആയാലും ജയിക്കുന്നില്ല. നമ്മുടെ ഉള്ള തീമയോടാ ഞാൻ നേടിയെടുക്കുന്നുള്ള ആ തീ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ തോറ്റു പോകുന്നത്. ആ തീ ഇല്ലാത്ത ജീവിതത്തിൽ വിജയിക്കത്തില്ല. അത് വേണം. കാരണം എന്താ, നിങ്ങളെ വിശ്വസിക്കുന്ന പലരും ഉണ്ടാവും. നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെ, അവരുടെ ട്രസ്റ്റ് ആണ് നിങ്ങൾ കളയുന്നത്. ഹസ്ബൻഡ് ട്രസ്റ്റ് ആണ് നിങ്ങൾ കളയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫോണും പിടിച്ച സമയത്ത് ഞാൻ പറയാം, നിങ്ങൾ 10 വർഷം പഠിച്ചാലെങ്കിൽ നിങ്ങൾക്ക് തോന്നില്ല. ഞാൻ ചോദിക്കാണ്, ഈ എക്സാം സമയത്ത് പഠിത്തം നിങ്ങൾ ഒരു 2-3 മാസം മുമ്പ് പഠിച്ചത് പലർക്കും കൂടുതൽ മാർക്ക് കിട്ടിയല്ലേ? ഈ എക്സാമിനൊക്കെ നിങ്ങൾ എത്ര ദിവസം ഫോക്കസ് ആയിട്ട് പഠിച്ചിട്ടാ? അല്ലെ ലാസ്റ്റത്തെ 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത് തന്നെ നിങ്ങൾ ഒരു 5-6 മാസം മുമ്പ് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നോ, നിങ്ങൾ റാങ്ക് എത്തില്ല എന്നോ? അപ്പൊ അതെല്ലാം കാരണം എന്താ, നിങ്ങൾ പഠനത്തിലെ പ്രയോഗമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയടാ മക്കളെ, ഇനിയെങ്കിലും വർഷം കളയാതിരിക്കുക. ഇനിയെങ്കിലും പ്രോപ്പറായ നിങ്ങൾക്ക് ഇപ്പൊ റെയിൽവേ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണം. ഞാൻ പറഞ്ഞല്ലേ, പിന്നെ പറയടാ, സച്ചിൻ സേവാഗ് അല്ലെ, സച്ചിൻ സേവാഗ് നമ്മുടെ കോഹ്ലിയൊക്കെ ക്രിക്കറ്റിൽ നല്ല ബാറ്റ്സ്മാൻമാരായിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കില്ല് കൊണ്ട് മാത്രമല്ല, പ്രോപ്പറായ കോച്ചിങ് അവർക്ക് കിട്ടിയാണ്, ഗൈഡൻസ് ഉള്ളതുകൊണ്ടാണ് അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് ചെയ്യാം. കാരണം റെയിൽവേ എക്സാംസിനെ കുറിച്ച് പലർക്കും അറിയത്തില്ല. PSC ആണ് പല ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്നത്. റെയിൽവേ എങ്ങനെ വരും, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെയാണെന്നുള്ള പല ഐഡിയ പല ഉദ്യോഗാർത്ഥികൾക്കില്ല. അതിപ്പോ ഈ എക്സാംസ് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കണം, അത് പ്രോപ്പർ ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷം ഇനി എല്ലാ എക്സാമും നടക്കാൻ പോയി ALP JEE ടെക്നീഷ്യൻ എല്ലാം പറയുന്നുണ്ട്. അതിനെങ്കിലും പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ മക്കളെ. അപ്പൊ അതിനുള്ള പുതിയ ബാച്ചുകൾ നമ്മുടെ റോംബസ് അവൈലബിൾ ആണ് കേട്ടോ. ആ ബാച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം. നമ്മുടെ റോംബസ് സിലബസ് സിംപ്ലിഫൈഡ് അല്ല, വാരി ഒളിച്ച് കടിച്ചിട്ട് കാര്യങ്ങളാ. സിമ്പിൾ ആയിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് പഠിക്കാനായിട്ട് കേട്ടോ. ഇനി എന്താ, എക്സാമോടെ ലൈവ് ക്ലാസ് വരുന്നുണ്ട്. എക്സ്പെർട്ട് ഗൈഡൻസ് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിയ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആക്കിയാൽ പറഞ്ഞ എക്സാംസ് റെയിൽവേ എക്സാംസ് കേട്ടോ. ഇനി മാത്സ് റീസണിങ് ഷോർട്ട് കട്ട്. ഈ മാത്സ് റീസണിങ് പഠിച്ചാൽ മാത്രമേ മക്കളെ ഷോർട്ട് കട്ടിൽ പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. പേരായപ്പോൾ പലരും ചോദിക്കണം, എത്ര സമയം എടുത്താൽ നിങ്ങൾക്ക് മാത്സ് റീസണിങ് പഠിക്കാനായിട്ട്? ഒരുപാട് ടൈം എടുത്ത് പല വിദ്യാർത്ഥി മാത്സ് ആർട്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ലാണ് സത്യം. ഓക്കെ, അപ്പൊ ഷോർട്ട് കട്ട് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യത്തില്ല. പിന്നെ എന്താ, GS ജനറൽ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫോക്കസ് ചെയ്യണം റെയിൽവേ എക്സാംസ് പഠിക്കാനായിട്ട് കേട്ടോ. പിന്നെ സ്പീഡ് ആൻഡ് അക്യുറസി ബൂസ്റ്റിംഗ് ഉണ്ട്. പിന്നെ സ്മാർട്ട് പ്രിപ്പറേഷൻസ്, ടോപ്പിക് വൈസ് PDF PVQ ഇതെല്ലാം അടങ്ങുന്നതാണ് റോംബസിലെ നമ്മുടെ ബാച്ച് വരുന്നത്. ഈ ബാച്ചിൽ നമുക്ക് 2025 ലക്ഷ്യം വെക്കുക. നിങ്ങൾ ഒരു 6 മാസം നിങ്ങൾ നല്ല പഠിക്കും, അല്ലെങ്കിൽ 1 വർഷം ഞാൻ പഠിച്ചിരിക്കും, 1 വർഷത്തെ എന്റെ ജീവിതം ഞാൻ മാറ്റി മറിച്ചിരിക്കും. എന്നാലും ഞാൻ ഒരു തീ ഉള്ളി വേണം നമുക്ക്, എന്താണ് നേടിയെടുത്തിട്ട് ഞാൻ നിർത്തുള്ളൂ, എന്റെ പോരാട്ടം അവസാനിപ്പിക്കുള്ളൂ എന്നുള്ള കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കിയാൽ പറയാം, NTPC അതുപോലെ ALP JEE ടെക്നീഷ്യൻ ഗ്രൂപ്പ് D എല്ലാത്തിനും ബാച്ചസ് നമ്മൾ അവൈലബിൾ ആണ്. കൂടുതൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞ ALP ടെക്നീഷ്യനൊക്കെ ഇപ്പം പലരും അപ്ലൈ ചെയ്തു, ഒന്നും പഠിച്ചിറങ്ങിയിട്ടില്ല, വെറുതെ സമയം കളയടാ. ഞാൻ പറഞ്ഞു, ജാനുവരി എക്സാം സ്റ്റാർട്ട് ചെയ്യും. ജാനുവരി ഫെബ്രുവരിയിൽ എക്സാംസ് ഉണ്ടാകും. അതിൽ ALP ടെക്നീഷ്യൻ ജനുവരി ഫെബ്രുവരിയൊക്കെ എക്സാംസ് ഉണ്ടായിരിക്കും. JEE അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. JEE എക്സാംസ് ഉണ്ടായിരിക്കും. പഠിച്ചു തുടങ്ങണം. ഓരോ സെക്കൻഡും നിങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ തോൽവിയിലേക്കുള്ള വഴിയാണ്. നിങ്ങൾ ഓരോ ചൂടും ഓരോ കാര്യങ്ങൾ ഇന്ന് പഠിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് ആയിട്ടുള്ള വിജയത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കും ഞാൻ പറയാം കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല പ്രിപ്പയർ ചെയ്യാൻ മക്കളെ. റെയിൽവേ എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, പ്രോപ്പറായി പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ബാച്ച് ജോയിൻ താല്പര്യം സഹായിക്കാതെ നമ്പറായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.